ഇന്നുണ്ടല്ലോ എന്തൊക്കെയോ സൗണ്ട് കേട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത് നോക്കിയപ്പോൾ ഇവിടെ ഇതുമൂൻ്റെ റൂമില്ലേ അവിടെ എന്തൊക്കെയോ തകൃതിയായിട്ടുള്ള പണിയാണ് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ചൂടെടുക്കുന്നുണ്ട്. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ ബുക്ക് ഒക്കെ ഇരുന്നിട്ട് പഠിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അല്ലെങ്കിൽ തന്നെ ചെറിയ റൂമല്ലേ, പണ്ടത്തെ നമ്മളെ ബാത്റൂം ആയിരുന്നേ. അപ്പോൾ പിന്നെ ഒക്കെ അവിടെ ഇരുന്നുകൊണ്ട് പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഫാന് മാറ്റിയപ്പോൾ പണ്ട് എന്താ ഒരു ഫാൻ ഉണ്ടായിരുന്നു ഇവിടെ. ആ ഒരു പഴയ ഫാനും ഒക്കെ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ഉളപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാനും ഇതും ഒക്കെ എഴുന്നേറ്റ് വന്നത് കേട്ടോ. ഇതും ഇതവിടെ കണ്ണും പല്ലൊന്നും തേച്ചിട്ടില്ല. നമ്മളെ പലിച്ചച്ചോറ് കഴിഞ്ഞൊന്നും സ്കൂൾ ഉണ്ടായിരുന്നില്ല. നാളെ എക്സാം തുടങ്ങണതുകൊണ്ട് ഇന്ന് സ്കൂളില്ലേന്ന്. അപ്പോൾ ഓളൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഈ സൗണ്ട് ആ റൂമിൽ തകൃതിയായിട്ടുള്ള ഒച്ചയും കൂടിയൊക്കെ കേട്ട് ഓളിതാ കണ്ടോ കണ്ണും മുറൊക്കെ അത് ചേർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനത് കുറേ നേരം നോക്കിയിട്ട് നമ്മൾ കിച്ചണിക്ക് പോകുന്നുണ്ട്. അപ്പം മൂപ്പര് ഇതാ അവിടെ എണീറ്റ പാടി തന്നെ. മൂപ്പർക്ക് അങ്ങനെ രാവിലെ അങ്ങോട്ട് ഉറക്കം മുറുകൂല കേട്ടോ. മൂപ്പര് കുറച്ച് നേരം കിടക്കുള്ളൂ. അപ്പോൾ രാവിലെ ചിക്കനും മുട്ടയും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് ചിക്കനൊക്കെ കഴുകി വെക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ തകൃതിയായിട്ട് പണി നടക്കുകയാണ് കേട്ടോ. ഒരു വിധം ഫാനും ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ പരിപാടിയൊക്കെ തീരട്ടെ, എന്നിട്ട് വേണം നമുക്ക് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരാന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അവിടെ. പിന്നെ വയറിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഫാൻ എന്താ വെച്ചാൽ നമ്മൾ ഈ വാതിലിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ ഐറൂസ് അകത്ത് കയറിയാൽ ഓന ഫാന് തൊട്ട് ഓനെ കൈ ഒടുങ്ങുമല്ലോ. അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ട് അരൂക്കാക്കിയിട്ട് മേശോൾ പഠിക്കണ മേശയില്ല അതിൻ്റെ അപ്പുറത്താക്കി വെക്കാനാണ് പ്ലാന്. അപ്പോൾ അതവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ വേഗം എൻ്റെ പണി തീർക്കാണ് കേട്ടോ. ചിക്കനും കാര്യങ്ങളൊക്കെ കഴുകി പലിച്ചൊക്കെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അങ്ങനത്തെ ചെറിയ പരിപാടികളാണ്. കുറച്ച് നേരം കിടന്നിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. കാരണം ഇന്നലെ കുറേ പണിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഒന്നുമില്ല, രാത്രി ലേറ്റ് ആവും ഇവിടെ കിടക്കുമ്പോൾ. ഐറൂസൊക്കെ പോയി കിടന്നുറങ്ങിയപ്പോഴൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു 12 മണിയായിട്ടുണ്ടായിരുന്നു കിടന്ന്. പിന്നെ നമുക്ക് 4 മണിക്ക് എണീക്കുമാണല്ലോ. അപ്പോൾ നല്ല ഉറക്കമുണ്ടായിരുന്നു. ഉറക്കം ഇന്നിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ 2-3 ദിവസമായിട്ട് ഞാൻ കയറിയിട്ടുമില്ല, ഒന്നും തയ്ച്ചിട്ടൊന്നുമില്ല. ഉള്ളത് വീഡിയോ എടുത്ത് വെച്ചതൊക്കെ ഇങ്ങനെ അപ്ലോഡ് ആക്കി നമ്മളെ സ്റ്റിച്ചിങ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മോളുവിൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. തയ്ക്കുന്ന ആൾക്കാരാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ കഴുകൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ 2 സെക്ഷൻ ആക്കിയിട്ടുണ്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചപ്പോൾ അപ്പോൾ മോളും ഐറൂസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ തൊലിക്കുന്നു. അപ്പോഴാണ് അവർ വന്നത്. അപ്പോൾ വന്ന പാടത ഐറൂസിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ മോളും ഹസ്ബൻഡിന് ഇന്ന് എവിടെയോ മീറ്റിംഗ് ആണ്, കുറച്ച് ദൂരെയാണ്. അപ്പോൾ ചിലപ്പോൾ രാത്രി അവിടെ നോമ്പുതുറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മീറ്റിങ്ങും കഴിഞ്ഞ് മടങ്ങാൻ ചിലപ്പോൾ രാത്രി ചിലപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഓളിവിടെ കൊണ്ടാക്കിയതാണ് കേട്ടോ. ഐറൂസിനാണെങ്കിൽ ചുമ ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പം മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്കി പോയതാണ്. അപ്പോൾ ഞാൻ വേഗം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചതക്കി വെച്ചു നമ്മൾ ബിരിയാണിക്കുള്ള. കാരണം എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ച് ചതക്കി വെച്ചതാട്ടോ. അപ്പോൾ ഐറൂസ് വന്ന പാടെ ഇതും അവളെ റൂം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ റൂം ആയതുകൊണ്ട് ഈ ഒരു ചുമരിൻ്റെ ഭാഗത്തൊക്കെ ഓൾ സ്റ്റിക്കറും കാര്യങ്ങളും ഒട്ടിച്ചത്, ഒരു ഭാഗത്തൊക്കെ നമ്മളെ ഡ്രസ്സും ഒക്കെ മടക്കി വെച്ചതാണ് കേട്ടോ. ഈ ഒരു ഇച്ചിരി സ്ഥലമേ ബാക്കിയുള്ളൂ. അവിടെയാണ് ഇപ്പോൾ പഠിക്കണതൊക്കെ, ഒക്കെ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ഫാനും ലൈറ്റും ഒക്കെ സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഐറൂസ് നോക്കി ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിതാ കിച്ചണിക്ക് പോകുന്നു. കാരണം അപ്പോൾ തന്നെ സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വേഗം ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊലിച്ച് നമ്മൾ ബിരിയാണീൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കണ്ട് തീർക്കാമെന്ന് കരുതി സാറിൻ്റെ ബാങ്കൊക്കെ കൊടുക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് പണികളൊക്കെ ഇങ്ങനെ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ വെല്ലുള്ളി അതിൻ്റെ ഗീ റൈസ് ഉണ്ടാക്കാനുള്ള വെല്ലുള്ളിയാണ് ഞാൻ നൈസാക്കി ഇങ്ങനെ എരിയാണ്. അപ്പോൾ ഓൾ എന്തോ ഫോണിൽ കാണിച്ചു തന്നിട്ട് അത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ ഓള് പിന്നെ ഇന്നലെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ഇന്നലെ ഇവിടുന്ന് പോയില്ലേ മോളും ഹസ്ബൻഡൊക്കെ നേരെ പോയത് കോഴിക്കോടുക്കാണല്ലോ. അവിടുന്ന് ഹൈലൈറ്റ് മാളിലൊക്കെ പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു കഴിച്ചു. പിന്നെ എന്തോ ഗിഫ്റ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോയി. ഈ നട്ടപ്പാതിരൊക്കെ 12 മണിക്ക് എവിടെയെങ്കിലും കട തുറക്കും, അത് നോമ്പൊക്കെ ആകുമ്പോൾ. അപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടിയില്ല, ഇനി വേറൊരു ദിവസം വാങ്ങി തരാമെന്നും പറഞ്ഞിട്ട് ഓളെ ഇങ്ങോട്ട് തന്നെ പിന്നെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസും സ്റ്റോറിയും ഓളെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നു കേട്ടോ. കേക്ക് തിന്നുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നു. ഈ ബിസിനസ്സുകാരാകുമ്പോൾ അതങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ഓൽക്ക് ഒഴിവുണ്ടാവില്ല അല്ലേ. ഓളെ ബർത്ത്ഡേക്ക് ഓന് നല്ലോ എന്നോ ഓർക്കുന്നുണ്ട് കേട്ടോ. മാർച്ച് 4. കാരണം മോളൂന്നാണ് ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സംഭവം കേട്ടോ. ഒക്കെ ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ തന്നെ ഓള് പറയൽ തുടങ്ങും അടുത്ത മാസത്തിൻ്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞ് നടക്കാൻ തുടങ്ങും. അപ്പം മോളുടെ ഹസ്ബൻഡിനെ അറിയാം ഓള് പിന്നെ ഇത് പ്രതീക്ഷിച്ച് നിൽക്കും, എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഓനറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ലോണം ഓക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നതിന്. പക്ഷേ ഓൻ്റെ സ്ഥാപനത്തിൽ ഒരു അത്യാവശ്യമായിട്ട് കുറച്ച്
പരിപാടികളും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു ചൊറയിൽ പെട്ടുപോയതാണ് കേട്ടോ. സ്കൂളൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ എക്സാമൊക്കെ +1 +2 എക്സാമും സ്റ്റാർട്ടായാലൊക്കെ അതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു ബിസിനസ്സുകാരാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഓള് കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. ഉള്ള ടൈമിൽ ഓൻ കൊണ്ടുപോയിട്ട് ഓക്ക് പിന്നെ കേക്കൊക്കെ വാങ്ങിക്കൊടുത്തു. ഇനി ഗിഫ്റ്റ് ഇപ്പോൾ നേരെ അടുത്ത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരുപാട് ഡ്രസ്സും ഒരു 3-4 കൂട്ടം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്നെ ഓൾ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല കേട്ടോ, കാരണം ഒക്കെ അവിടെയാണ്. പിന്നെ ഓളെ കെട്ടിച്ചു കൊടുത്താണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഡ്രസ്സ് ഓൾ ഇട്ട് വന്നതും ഉണ്ടായിരുന്നു, ഒന്നും ഓൾ എവിടെക്കോ പോയിട്ട് അലക്കി അലക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി. കാരണം പുതിയ ഡ്രസ്സാകുമ്പോൾ ഓക്ക് പേടിയാണ്, ഞാൻ ഓൾ അലക്കിയാൽ റെഡി ആവൂലേ ശരിയാവൂലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഞാൻ സോപ്പില്ല നമ്മളെ പിന്നെ കുളിക്കണ സോപ്പ് കൊണ്ടാണ് ഞാൻ ഒലുമ്പി എടുത്ത് വെക്കാറുള്ളത് കേട്ടോ. അപ്പം പിന്നെ ഓൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു തരും പുതിയതൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അലക്കി ഉണക്കി വെച്ച് കൊടുത്തു, അങ്ങോട്ട് തന്നെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒക്കെ ഇപ്പം നേരത്തെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിട്ട് വാങ്ങി കൊടുത്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബർത്ത്ഡേക്ക് തിരക്കൊന്നുമില്ല, ഇനിയിപ്പോൾ പെരുന്നാളും വരുമല്ലേ. ഏതായാലും ആ വിശേഷങ്ങൾ പറഞ്ഞ് നിൽക്കണേൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ബിരിയാണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഗീ റൈസ് അങ്ങോട്ട് വെക്കുകയാണ്. പിന്നെ ഉള്ളി മുരിഞ്ഞ് വാട്ടി വെച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ കറണ്ട് അടുപ്പുമ്മലാണ് വെള്ളം തിളപ്പിക്കാറുള്ളത്. തിളപ്പിച്ചതിലേക്ക് പാർന്നു, അരി ഇട്ടു. ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ തീ കുറച്ച് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ഇളക്കി കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഗീ റൈസ് അവിടെ വെന്ത് സെറ്റ് ആവുന്നുണ്ട്. ആ ടൈം കൊണ്ട് ഞാൻ ഉള്ളി അരിയാണ്, നമ്മൾ ചിക്കനൊക്കെയുള്ള ഉള്ളിയാണ് അരിയണത്. അപ്പോൾ നമ്മൾ വലിയ പീസുകൾ എടുത്ത് മാത്രമാണ് ബിരിയാണി വെക്കുന്നത്. കാരണം 2 സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട്. നാളെ എന്തെങ്കിലും അപ്പോൾ പത്തിരി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിക്ക് കറി ഉണ്ടാക്കുക. ഒരു ചിക്കന് ഫുള്ള് ഇന്നൊരു ദിവസം എടുക്കണ്ടല്ലോ എന്ന് കരുതി, എന്നും തന്നെയല്ലേ നോമ്പന്നല്ലേ. അപ്പോൾ ഞാൻ കരുതി ഫുള്ളായിട്ട് വെക്കണ്ടല്ലോ, ആകെ നമ്മൾ കുറച്ച് ആളും ഉള്ളൂ, ഇതുകൊണ്ടൊക്കെ പാടെ ഇതാക്കണ്ടല്ലോ എന്ന് കരുതി, ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് 2 സെക്ഷൻ. അപ്പോൾ ഞാൻ വലിയ വലിയ പീസൊക്കെ നോക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കാനും ബാക്കി കുറച്ചൊരു വലിയ ലിവർ പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നാളെ എന്തെങ്കിലും കറി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഉള്ളി നന്നായിട്ട് നമ്മൾ വാടി വരുന്നപ്പോൾ തക്കാളി കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കൂടുതൽ തന്നെ ചതക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി വന്ന ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും കമൻറ്റ് വരാറുണ്ട് കേട്ടോ, ഇത്താ ബിരിയാണി വെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമെന്ന്. ഞാൻ ഇന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ബിരിയാണി ഒരു 1/2 കിലോ ബിരിയാണി അരി കൊണ്ട് ബിരിയാണി വെക്കാമെന്നൊക്കെ ആയിരുന്നു ഇന്ന് പ്ലാന്. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയിലെ മോള് പോയത്. അപ്പോൾ ഇന്നിനി വരുമെന്നുള്ളത് ഒരു ഉറപ്പില്ലല്ലോ, വരലുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഓൻ്റെ പെട്ടെന്ന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കണം, ഇതിൽ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ തിരക്കായി പോയി. പിന്നെ ഐറിസിൻ്റെ പിന്നാലേക്ക് നടന്ന് ലാസ്റ്റ് ഭയങ്കര തിരക്കിലാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വീഡിയോ കോളുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാളി നോക്കണത് കേട്ടോ. അവിടെ വീഡിയോ കോൾ നടക്കുന്നുണ്ട്. പിന്നെ ഉണ്ട്, തൊത്തുണ്ട്. പിന്നെ ഇടയ്ക്ക് നീനുട്ടി വരും, പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വന്ന് പാളി നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൾ പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഓക്ക് രാവിലെ 7 മണിക്കാണ് ഇപ്പോൾ ഡ്യൂട്ടി. ഒരു 2-3 ദിവസമായിട്ട് അങ്ങനെയാണ്. അപ്പം നേരത്തെ 5 മണിക്ക് എഴുന്നേൽക്കണം, മോള് കൂളിയും നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാറ്റി പോകുന്നുണ്ട്. 6:30 വണ്ടി വരുവുള്ളൂ പോലെ ഹോസ്റ്റലിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ഉറക്കം കുറവ്, അതുകൊണ്ട് വൈകുന്നേരം വന്നിട്ടാണ് ഉറങ്ങുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ ഓൾ ഇടയ്ക്ക് ഇപ്പോൾ വീഡിയോ കോളിൽ ഓൾ ഉണ്ട് കേട്ടോ, നീനുട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അപ്പോൾ ചിക്കനൊക്കെ ശരിയായിട്ടോ. നീനുട്ടിനെ നിങ്ങൾക്ക് കാണാൻ തുത്തുണ്ട്, ഞാനുണ്ട്, ഉമ്മ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി വീഡിയോ കോളിൽ മോൾ ഇവിടെ ആയതുകൊണ്ട് ഓൾ അതിലില്ല കേട്ടോ. ഓൾ ഐറൂസിന് ഫുഡ് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കൻ അവിടെ നല്ല തിളച്ച് വരുന്നുണ്ട്. പിന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത ശേഷം ഞാൻ ചോറായി ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് പണിയെടുക്കണതുകൊണ്ട് ഞാൻ നമ്മളെ വീഡിയോ എടുക്കാത്തത് ഞാൻ മറന്നു പോയിട്ടോ. പിന്നെ ലാസ്റ്റ് ഉണ്ടല്ല ഞാൻ വീഡിയോ ഓണാക്കിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവസാനത്തെ ചോറിടുന്ന ടൈമിലാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഏറ്റവും ലാസ്റ്റ് ചോറിടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം പകുതി ചോറിട്ട് കൊടുത്തു, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി കറുമുറാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും മല്ലിച്ചപ്പ് പൊതിന ഇട്ടു. പിന്നെ ബിരിയാണി മസാലയും ഇട്ട് കൊടുത്തു, അതിലേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ചോറൊക്കെ എല്ലാതും ഇട്ടതിന് ശേഷമാണ് ഒന്നുകൂടി ഉള്ളിയൊക്കെ ഇട്ട് റെഡിയാക്കിയത്. അപ്പോൾ ഞാനിത് മറന്നിട്ട് ആ ഒരു മൂടി വെച്ച് കൊടുത്തതാണ്. പിന്നെയാണ് ഈ ഒരു മൂടിയാണെന്നുള്ളത് നല്ല മൂടിയൊക്കെ വെച്ച് അതിന് മേലെ കനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചോറുണ്ടാക്കി ആ പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടു. അതങ്ങനെ ഒന്ന് അടിപൊളിയായിട്ട് റെഡി ആവട്ടെ. ആ ടൈമിൽ ഞാൻ വേഗം നമ്മളെ എന്താ പറയുക വത്തക്ക കട്ട് ചെയ്യാൻ കേട്ടോ. മൂപ്പർക്ക് പിന്നെ ജ്യൂസ് അടിക്കാനും വേണം നമുക്ക് കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഇനി
ഇതും കൂടി ഉള്ളൂ. അപ്പോൾ ഇനി അധികം ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂല എന്നൊക്കെ കേട്ടൂലേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരോ വാർത്തകളാണ് ഫ്രിഡ്ജിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഓരോരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കഴിക്കണോ അതോ പിന്നെ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിന് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ അധികം ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ എന്ന് കരുതി വത്തക്ക എടുത്തിട്ട് കട്ട് ചെയ്ത് ഒരു പകുതി ഞാൻ ജ്യൂസ് അടിക്കും ചെയ്യാം, മറ്റേ പകുതി നമുക്ക് കട്ട് ചെയ്ത് മേശപ്പുറത്ത് വെക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് മുന്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകി വെക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് വത്തക്ക ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ ജ്യൂസ് അടിച്ച് വെച്ച് അതിന് ശേഷം ഒരു 6-6:15 ആയപ്പോഴാണ് ഞാൻ ദമ്മ് പൊട്ടിച്ചത്. ബിരിയാണിയിൽ കുറച്ച് മഞ്ഞൾ കുറവാണോ തോന്നിയിട്ട് ദമ്മ് പൊട്ടിച്ചപ്പോൾ മുകൾ ഭാഗത്തേക്കും അങ്ങോട്ട് ഒരു ഇത് വരാത്ത പോലെ തോന്നി. എനിക്ക് തോന്നുന്നു ചിക്കൻ കുറച്ച് കുറവായതുകൊണ്ടാണോ എന്ന്. കാരണം ഞാൻ 1/2 കിലോ ബിരിയാണി നെയ്ച്ചോറിൻ്റെ അരി ഇട്ട് വെക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മോളൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അരി ഇട്ടതാണ്. ഇനിയിപ്പോൾ നാളെയൊക്കെ പലിച്ചക്കും വേണ്ടി വരും, പിന്നെ ഐറൂസിനും ഇടയ്ക്ക് തിന്നാൻ വേണ്ടി വരും ഒക്കെ വിചാരിച്ചിട്ട് കുറച്ചുകൂടി അരി കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും അരിയും കൂടി സെറ്റായില്ലേ എന്നൊരു സംശയം. പിന്നെ ലാസ്റ്റിക്ക് ഞാൻ ചോറിങ്ങനെ അതിൽ നിന്ന് ആ മസാലയിൽ നിന്ന് ഇങ്ങനെ എടുത്തപ്പോൾ കുറച്ച് മഞ്ഞ കളറൊക്കെ വന്നിട്ട് ബിരിയാണി ആ മഞ്ഞ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഈ ദമ്മ പൊട്ടിക്കുന്ന സമയത്തും വീഡിയോ കോൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഹെഡ്സെറ്റ് വെക്കണതുകൊണ്ട് പിന്നെ അതങ്ങനെ നടക്കും. ഞാൻ എൻ്റെ പണികൾക്ക് തന്നെ എടുക്കും, ഓലെ പണിയെടുക്കും, പിന്നെ ഫോൺ എവിടെയോ എന്നായിരിക്കും. ഇപ്പം ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ അതാ മസാലയിൽ നിന്ന് കിട്ടുന്നത്ര ചോറൊക്കെ ഞാൻ പഠിച്ചിടുന്നുണ്ട്. പിന്നെ ഇതുമ്പോൾ കുളിക്കാൻ പോയതാണ് കേട്ടോള്. പിന്നെ നാളെ സ്കൂളൊക്കെ ഉണ്ടല്ലോ, പരീക്ഷയ്ക്കില്ലേ. അപ്പോൾ ഓള് നിന്ന് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വേഗം ചോറൊക്കെ വിളമ്പി ഞാനും ഇതും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മോള് പറഞ്ഞു പിന്നെ ഞാൻ ആദ്യം ഫ്രൂട്ട്സ് കഴിച്ചോളാം, പിന്നെ നിങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം, എന്നാൽ പിന്നെ ഐറൂസിനെ പിടിച്ചാൽ പറ്റും. നമ്മൾ എന്താ പറയുക, നോമ്പ് തുറക്കണ നേരം നമുക്ക് ക്ഷമയൊന്നും ഉണ്ടാവില്ലല്ലോ ഐറൂസിനെ നോക്കാനുള്ള. അപ്പോൾ ഓള് പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചോളി, ഞാൻ ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചോളാം, പിന്നെ നിങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഐറൂസിനെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 2 സെക്ഷനാക്കിയൊക്കെ തിരിച്ചു. അങ്ങനെ ഇതുമ്പോൾ ഞാനിത് അവിടെയൊക്കെ കഴിക്കുന്നുണ്ട്. മോളും അങ്ങനെ വത്തക്കയൊക്കെ എടുത്ത് അങ്ങനെ കഴിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഇതുമുന്നെ ലൈം ജ്യൂസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് നാരങ്ങ വെള്ളം അങ്ങോട്ട് കലക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് നീനൂട്ടി വീഡിയോ കോൾ ചെയ്തത്. ഓള് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓള് ഫുഡ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചത് അവിടെ എന്താ കഴിക്കണേ എന്നൊക്കെ. അപ്പോൾ ഓള് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഹോസ്റ്റലിലേക്ക് ഫുഡൊക്കെ വാങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓളോട് സംസാരിച്ചു കൊണ്ടാണ് പിന്നെ ഞാൻ നോമ്പ് തുറക്കണത് കേട്ടോ. ഓക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ല. അപ്പോൾ ഓളെ വീഡിയോ കോൾ ചെയ്ത് ഫോൺ അവിടെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ എന്താ പറയുക ഞാനും കഴിക്കണത്. എന്തായാലും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു ക്ഷീണമാണ് അല്ലേ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുവരെ ഫുഡ് കഴിക്കാത്ത ക്ഷീണം, പിന്നെ ഫുഡ് കഴിച്ച ക്ഷീണം, എന്തായാലും ക്ഷീണത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ഐറൂസ് ഇവിടെ തകൃതിയായിട്ട് ഉണ്ടാവും. എല്ലാ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ച് വാരിയിട്ടിട്ട് അങ്ങനെ അവിടെ കിടന്ന് ആ കളിപ്പാട്ടത്തിൻ്റെ നടുവിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഓനെവിടെ കളിക്കട്ടെ, ഞങ്ങൾ ഇവിടെയും കിടക്കണം, നല്ല ക്ഷീണമുണ്ട്. അതായത് ഞാനും ഇതുമൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ പള്ളിക്ക് പോകാൻ വേണ്ടി കൊടുക്കാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ മൂപ്പരൊക്കെ പോയി കണ്ടോ, ഏകദേശം ഒരു 9-9:30 ആയപ്പോഴാണ് ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നത്. എന്ന് ഐറൂന് ചോറൊക്കെ എടുത്തിട്ട് മോളുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അടുക്കളേൻ്റെ വാതിൽ ഇങ്ങോട്ട് കുറ്റിട്ടിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വന്ന് പിത്തനാക്കണ്ടല്ലോ പറഞ്ഞിട്ട് ഓളവിടെ ഇരുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇങ്ങോട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് പിത്തനാക്കി കഴിഞ്ഞാൽ ഈ പാത്രം മോറിൽ ഒരു മണിക്കൂർ നീളം. ഒന്ന് വാതിൽ അടച്ചിട്ട് ഞാൻ പെട്ടെന്ന് പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കിച്ചണത്തെ പാത്രം കഴുകൽ കഴിയും. അപ്പോൾ ഞാൻ വേഗം കഴുകി വെച്ചാൽ എന്നാൽ പിന്നെ അവനോട് സമാധാനമായിട്ട് അവൻ്റെ ഇപ്പോൾ ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. ഇല്ല ഇവിടെ വന്നാൽ എന്താ പറയുക, ഞാൻ പാത്രം കഴുകുന്ന സമയത്ത് എല്ലാ വലിപ്പിലുള്ള സംഭവങ്ങളൊക്കെ സ്പൂണ്, കയ്യിൽ, പാത്രങ്ങൾ ഫുള്ള് അങ്ങോട്ട് വലിച്ചിടും. അപ്പോൾ നമുക്ക് ആ പാത്രം കഴുകിയെന്ന് തോന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. വേഗം അടുക്കള വാതിലുണ്ട് അടച്ചിട്ട് പാത്രമൊക്കെ കഴുകി പെട്ടെന്ന് പടി തീർത്തിട്ട് പിന്നെ ഓൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെയൊക്കെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ നമ്മളും നോക്കേണ്ടി വരും, അല്ല ഞാൻ ഇപ്പോൾ ശരിയാവില്ല. എന്തായാലും നമ്മൾ കിടക്കിട പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. എത്ര പണി തീർത്ത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് കൂടുതൽ പാത്രങ്ങൾ ഉണ്ടാവൂലേ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മോളറുന്നാൽ ഞാനൊന്ന് മേലൊക്കെ കഴുകട്ടെ, അമ്മച്ചി ഐറൂനെ നോക്കിട്ടോ എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചോളൂ മേലേക്കാൻ പോയി. അപ്പോൾ ഞാൻ ഐറൂസ് ഇവിടെ ഭയങ്കര തകൃതിയായിട്ട് കളിയാണ് കേട്ടോ. ഓനിങ്ങനെ എൻ്റെ വിരലിങ്ങനെ കടിക്കുമ്പോൾ ഞാൻ എന്ന് പറയും വേദന ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഓന് ഭയങ്കര ഒരു ചിരിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അവൻ്റെ വായിക്ക് ഇങ്ങനെ വിരൽ വെച്ചെടുക്കുന്നുണ്ടോ കടിക്കുക. അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഓന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഓനെ കണ്ണ് മുഴുവൻ ഈ ടാബ് കാണും. ഓന് കാർട്ടൂൺ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓൻ്റെ ഇഷ്ടപ്പെട്ട് കുറച്ച് കാർട്ടൂണിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മോള് പിന്നെ മേലൊക്കെ കഴുകി വന്ന് ഐറൂസ്
അമ്മൂസിന് ഞാൻ മുഖമൊക്കെ കഴുകി മേലെ കഴുകി ഓളെടുത്ത് കൊടുത്ത് ഉറക്കാൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരുക. കാരണം അവിടെ ഐറൂസ് ആകെ വലിച്ച് വാരിട്ടിട്ടുണ്ടല്ലോ എൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു കവർക്കൊക്കെ അടുക്കി പൊറുക്കി വെച്ചു. അവിടുന്ന് ഹാള് മുതൽ ഇങ്ങനെ നമ്മൾ ആ മൊത്തത്തിൽ അടിച്ചു വാരിയതാ കിച്ചണിക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വാരിയിട്ട് ഇത് ലാസ്റ്റ് പരിപാടിയാണിത്. അതടിച്ച് വാരിയിട്ട് പിന്നെ ഞാൻ കുളിക്കുക കിടക്കുക. ഇതാണ് പിന്നെ എൻ്റെ ഓന് ഉറങ്ങിയിട്ടുണ്ട്, ടയർ ഉറങ്ങിയിട്ടുണ്ട്. ഓനൊന്ന് ഉച്ചയ്ക്ക് വല്ലാതെ അങ്ങോട്ട് ഉറങ്ങിയില്ല. കാരണം ഇങ്ങോട്ട് വന്ന ആ സമയത്ത് വണ്ടിയിൽ നിന്ന് ഉറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ ഇതും ഒരു സൗണ്ട് കേട്ടാൽ പിന്നെ ഓ ഉറങ്ങൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓ വേഗം ഒന്നും ചെയ്ത് അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഉറങ്ങിയത്. എന്തായാലും എൻ്റെ പരിപാടികളൊക്കെ തീർന്നു, അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് കുളിക്കുക കിടക്കുക അത്രേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ അടിച്ചു വാരി ചൂലും പാളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാക്സി എടുത്തിട്ടുണ്ട്. ഇനി മുണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അകത്തേക്ക് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 15ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ.